മാഗുരു ശരണം, അരുണാചലേശ്വരായ നമ. അപ്പോൾ ഞങ്ങൾ ഇവിടെ അപ്രദക്ഷിണമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുബേരലിംഗം അവിടെ നിന്ന് കുറച്ച് നടക്കുമ്പോഴത്തേക്ക് ഞാൻ വീഡിയോ ഇട്ട് ഇപ്പോൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ലക്ഷ്യം, പല ആൾക്കാർ ചോദിച്ചു തൊപ്പിയമ്മേനെ കണ്ടോയെന്ന് ചോദിച്ചു. ഇപ്പോൾ തൊപ്പിയമ്മേനെ തേടുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ചന്ദ്രലിംഗം എത്തിയുടെ നമ്മൾ കുബേരലിംഗത്തിന് മുമ്പാണ് ചന്ദ്രലിംഗം. അപ്പോൾ അതൊക്കെ ഇനി വരുമ്പോഴത്തേക്കും അതിൻ്റെ ഫോട്ടോകളിടാം, വീഡിയോകളിടാം കേട്ടോ, ക്ഷമിക്കുക. അതിൽ ഇന്ന് വായുലിംഗം തൊട്ടിനി തുടങ്ങണം. ഇപ്പോൾ വർണ്ണലിംഗത്തിനൊക്കെയാണ് വായുലിംഗം തുടങ്ങണം. ആ രീതിയിലാണുള്ള കാര്യങ്ങൾ. അപ്പോൾ നോക്കാം, അതിൻ്റെ പുറകിൽ എന്തെങ്കിലും കാരണങ്ങൾ കാണും. ഞങ്ങൾ ഇത് നോക്കുകയാണ്. ഗിരിവലപ്രാതയിലൂടെ അപ്രദക്ഷിണമായിട്ട്, ഇവിടെ അപ്രദക്ഷിണമായിട്ടൊക്കെ വണ്ടികൾ പോകുന്നുണ്ട് കേട്ടോ. സാധാരണ നടക്കുന്ന ആൾക്കാർ പ്രദക്ഷിണ അപ്പുറത്ത് കൂടിയാണ് നടക്കുന്നത്. നമ്മളിപ്പോൾ ഈ ക്യാമറയിൽ നിങ്ങൾ കാണുന്നതിൻ്റെ റൈറ്റ് സൈഡ്, ആ ബൈക്ക് വരുന്നില്ലേ, ആ സൈഡിൽ കൂടി ഇങ്ങനെ കൂടി അപ്രദക്ഷിണമായിട്ട് നടക്കുന്നത് സൂക്ഷ്മരൂപികളാണെന്നാണ് പറയുന്നത്. അപ്പോൾ കുറച്ച് അപ്രദക്ഷിണമായിട്ട് നടന്ന് നോക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇന്നലെ നടന്നില്ല. നടന്ന് നോക്കി അതിൻ്റെ പ്രസൻസ് ഒന്ന് ഫീൽ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ സാധിച്ചില്ല. പക്ഷേ ഇതിനു മുമ്പ് വരുമ്പോഴത്തേക്കും തേങ്ങയുടെ എനർജി നോക്കിയപ്പോൾ ആ പ്രസൻസ് കാണിച്ചിരുന്നു. അപ്പോൾ ഇത് ഞങ്ങളിപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ മലയുടെ തെക്ക് വശം ഇതിങ്ങനെ കാണാം. ഇതിങ്ങനെ നീണ്ടു നിവർന്ന് അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ കെട്ടിടങ്ങളുമാണ്. കുറച്ച് ആൾക്കൂട്ടം കാണുന്നു. എന്താണെന്നറിയില്ല, തൊപ്പിയമ്മയാണെന്നറിയില്ല. നോക്കട്ടെ, ഒന്നുമല്ല. ഇവിടെയാണ് മലയുടെ തെക്ക് വശം ഇത് കാണുന്നത് കേട്ടോ. വായുലിംഗം എത്തി. അപ്പോൾ വായുലിംഗത്തിൻ്റെ അവിടെയാണ് ഈ മല തീരുന്നതായിട്ട് കാണുന്നത്. മല കാണുന്നുണ്ടല്ലോ അല്ലേ? അതിൻ്റെ അടുത്ത് വരെ ചെന്ന് ഇതെടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. ഇനി വരുമ്പോഴാകട്ടെ, ഇനിയും വരണം. അവൾ ഓക്കെ, ഇത് അപ്ലോഡ് ചെയ്യാം. തൊപ്പിയമ്മേനെ കാണുന്നില്ല, കാണും കേട്ടോ, കാണാതിരിക്കില്ല. അപ്പോൾ ഞങ്ങൾ അതിലുള്ള യാത്രയിലാണ്. അപ്പോൾ തൽക്കാലം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൈ.